പുൽപ്പള്ളിയിലിറങ്ങിയ കടുവയെ പിടികൂടാൻ തയ്യാറാകുന്നില്ല എന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. ചെതലയം റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. ജനപ്രതിനിധികൾ അടക്കമുള്ളവരാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അരുൺ, പൊറുതിമുട്ടിയുള്ള ജീവിതം, സ്വാഭാവികമായി ഉയരുന്ന പ്രതിഷേധം, അതിലിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ്? മറ്റന്നാളെ രാവിലെ പുൽപ്പള്ളി ടൗണിലേക്ക് ഇവിടെ മുള്ളമില്ലി പുൽപ്പള്ളി പഞ്ചായത്തിലെ സകല ആൾക്കാരെ ഒന്നുചേർത്തുകൊണ്ട് നമുക്ക് ടൗണിൽ റിജിത്ത്, വയനാട് ഈ കടുവ ശല്യവും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത പടമലയിൽ, അതായത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ വീടിന് തൊട്ടടുത്ത് കടുവയെ കണ്ടെത്തിയെന്നായിരുന്നു. ഇപ്പോൾ ഒരു മാസത്തോളമായി കടുവ ശല്യം അതിഭീകരമായി അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നമുക്കൊപ്പം ഉള്ളത്. അവർ ഇന്ന് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന നടപടികളിലേക്ക് കടന്നിരുന്നു. എന്താണ് വിഷയം? ജനുവരി മാസം 14-ാം തീയതി മുതൽ ഈ പ്രദേശത്ത് 4-5 വാർഡുകളിലെ കടുവയുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നു, കുട്ടികൾ അടക്കുമ്പോൾ സ്ഥലങ്ങളിൽ കടുവ ഭീകരം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മാസക്കാലമായിട്ട് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നിഷ്ക്രിയത്വം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വിളവെടുപ്പ് സീസണാണ്, കാപ്പിയും കുരുവളവും പറിക്കുന്ന സമയമാണ്. ഇവിടെ ആ വിളകൾ എടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒരുങ്ങുന്നില്ല. അതുപോലെ ക്ഷീരകർഷകർ ജീവിക്കുന്ന മേഖലയാണ് ഇവിടെ. ഇവിടെ ആളുകൾ ധൈര്യമായി പശുവിനെ കറന്ന് പാല് കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. ഇവിടെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. പരീക്ഷ നാളെ മോഡൽ എക്സാം ആരംഭിക്കുകയാണ്. സ്കൂൾ അടച്ചിട്ട് ഇപ്പോൾ സാഹചര്യം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ പരീക്ഷ കുട്ടി പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇവിടെ ജനങ്ങൾ ഭീതിയിലാണുള്ളത്. ഇവിടെ ഓരോ പ്രദേശത്തും ഓരോ അവിടെ കടുവ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് സ്വസ്ഥമായ സാഹചര്യം ഉണ്ടാകുന്നില്ല. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണം. ഈ കടുവയെ മയക്കുപടി വെച്ച് പിടിച്ച് എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് പുറത്തുള്ള ഇവിടെ കൊണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ അതുവരെ ഞങ്ങൾ സമരം മുന്നോട്ട് പോകും. ഒരു പ്രക്ഷോഭത്തിൽ കുറവുണ്ടായിരിക്കുന്നില്ല. ഇവിടെ ഞാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ കടുവകളുടെ ശല്യം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും മണിക്കൂറുകൾ ഇടപെട്ട് പല സ്ഥലങ്ങളിലായിട്ട് കടുവകളെ കാണുന്നു. ഒന്നിലധികം കടുവകൾ സ്ഥലത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അതാണ് വസ്തുതയും. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് കിട്ടിയോ? ഉറപ്പ് അത്ര നിശ്ചയമായ ഉറപ്പല്ല, എങ്കിലും ഞങ്ങൾക്ക് അവരെ വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല. നാട്ടുകാരുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഉതകുമെന്നാണ് കരുതുന്നത്. രജിത്ത്, എപ്പോഴും നാട്ടുകാരുടെ ഭീതി അകന്നിട്ടില്ല. പക്ഷേ റേഞ്ച് ഓഫീസർ ഇവർക്ക് ഉറപ്പ് കൊടുത്തത് DFO അതുപോലെ തന്നെ റേഞ്ച് ഓഫീസറും ഇതുമായി ബന്ധപ്പെട്ട, അതായത് മയക്കുവെടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിന് വേണ്ടി, അതായത് തിരുവനന്തപുരത്ത് നിന്നുള്ള നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ്. അതിന് മുന്നോടിയായി ഈ പ്രദേശത്ത് വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സുരക്ഷ കർശനമാക്കും. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷ ഏർപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച 11 മണിയോടുകൂടി ആരംഭിച്ച ചർച്ച ഇപ്പോൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. പോലീസ് ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.